Hello everyone, welcome back to Inzy Diaries. ഫ്രൈഡേ ലീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻപേ പ്ലാൻ ചെയ്തായിരുന്നു ഒന്ന് പുറത്ത് പോകണമെന്ന്. പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മളുടെ മുകളിലാണ് സൂര്യനുള്ളത് പോലെ തോന്നും, അത്രയ്ക്ക് ചൂടായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ണൊന്നും ഓപ്പൺ ആക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങൾ ബുറൈദയിലുള്ള ഒരു ഗ്രേപ്പ് ഫാമിലേക്കാണ് പോകുന്നത്. സിറ്റി വിട്ട് ഉള്ളിലേക്ക് പോകുന്തോറും ആൾക്കാരുടെ എണ്ണവും ബിൽഡിങ്സിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്നോ രണ്ടോ വീട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഷോപ്പ് അങ്ങനെയൊക്കെ ചുരുങ്ങി. ഈവൻ ആ മണ്ണിൻ്റെ കളർ പോലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും മാറിക്കൊണ്ടിരുന്നു. കുറച്ചുകൂടെ മുൻപോട്ട് പോയപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നൊരു പെട്രോൾ പമ്പ് കണ്ടു. ഞാൻ വിചാരിക്കുകയായിരുന്നു ആരുടെയൊക്കെയോ സമ്പാദ്യമായിരിക്കില്ലേ ആ പൂട്ടിക്കിടക്കുന്നത്. ഫൈനലി ഒരു 1.5 hour ശേഷം ഞങ്ങൾ അവിടെ എത്താനായിട്ടോ. ഈ ഗ്രീൻ ഹൗസ് പോലെയുള്ള പ്ലാസ്റ്റിക് ഷെഡ്സിലാണ് കേട്ടോ അവർ ഗ്രേപ്സിൻ്റെയും മറ്റുള്ളതിൻ്റെയൊക്കെ യങ് പ്ലാന്റ്സിൻ്റെയും ക്രോപ്സൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. 25 റിയാൽ കൊടുത്താൽ നമുക്ക് അവിടെ നിന്നൊരു ബോക്സ് കിട്ടും. ആ ബോക്സിൽ നമുക്ക് എത്ര കൊള്ളാൻ പറ്റുന്നോ അത്രയും ഗ്രേപ്സ് നമുക്ക് കൊണ്ടുവരാം. ഗ്രേപ്പ് ഫാമിൻ്റെ ഉള്ളിൽ കയറിയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്നറിയാം? അതിൽ തല നിവർത്തി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും വലിയ പ്രോബ്ലം വന്നില്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡിനും കസിനും കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അവർക്ക് ഞങ്ങൾ ആദ്യം തന്നെ ഒരു പ്ലാൻ ഇട്ടിരുന്നു. നമുക്ക് ആദ്യം ഗ്രേപ്പ് ഫാം ഫുള്ളും നടന്ന് കാണാം, എന്നിട്ട് മതി നമുക്ക് ബോക്സിലേക്ക് ഗ്രേപ്സ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ അത് നല്ലൊരു പ്ലാനായിട്ടാണ് തോന്നിയത്. കാരണം കുറേ നടക്കാനുണ്ടായിരുന്നു. ആദ്യമേ നമ്മൾ ഗ്രേപ്സ് ഫുള്ളും ഫില്ല് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതും വെയിറ്റ് താങ്ങി ഇങ്ങനെ നടക്കേണ്ടി വന്നേനെ. എൻ്റെ മോൻ ഫസീമിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ മക്കൾക്ക് കുറച്ചും കൂടി നാച്ചുറലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബോക്സിൽ മാത്രമല്ല കേട്ടോ, വയറ് നിറച്ച് പറിച്ച് കഴിക്കാനും പറ്റുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ വയറ് അവിടെ നിന്ന് തന്നെ ഫുള്ളായിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മോൻ എന്നെ വിളിച്ച് പറയാണ്, ഉമ്മയൊരു മാജിക് കാണിച്ചു തരട്ടെ എന്ന്. ഞാൻ പോയി നോക്കുമ്പോൾ കണ്ടെന്താണെന്നറിയോ? ലൈറ്റ് കത്തുന്ന പോലെയുള്ള ഗ്രേപ്സ്. അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യുക. സംഭവം എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് അടിക്കുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് നമുക്ക്. പിന്നെ ഞങ്ങൾ ഗ്രേപ്സ് പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനും കുറേ ഗ്രേപ്സ് കട്ട് ചെയ്തു. ഇതും എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫുള്ളായിട്ടും ഗ്രീൻ ഗ്രേപ്സ് തന്നെയായിരുന്നു കേട്ടോ. അതിനിടയിൽ ഇങ്ങനെ പർപ്പിൾ കളറിൽ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു മീഡിയം സൈസിലുള്ള ഗ്രേപ്സ് കഴിച്ചപ്പോഴാണ് നല്ല സ്വീറ്റായിട്ട് തോന്നിയത്. കുറച്ച് നേരം എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഫാമിൻ്റെ. അവിടെ എല്ലാവരും കൂടെ ഒന്ന് നിവർന്ന് നിന്ന് പിന്നീട് വീണ്ടും ഫാമിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി.
അവസാനം ഞങ്ങൾ ആ ബാസ്ക്കറ്റൊക്കെ ഫിൽ ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും ഞങ്ങൾ ബോക്സിൽ ഫിൽ ചെയ്തു. പക്ഷേ കുറേ ആൾക്കാർ ഇതിൽ കൂടുതൽ എടുത്ത ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത്ര മതി. കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായയൊക്കെ ആയിട്ടാണ് വന്നത്. അവിടെ തന്നെ ഒരു സ്ഥലത്ത് സീറ്റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് ചായയൊക്കെ വെച്ച് ഞങ്ങൾ ചായ കൂടി സ്റ്റാർട്ട് ചെയ്തു. ആ ഈവനിങ് വൈബിൽ ആ ചായ കൂടി ആയപ്പോൾ എൻ്റെ സാറേ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു.